ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് റെസിപ്പി ആയിരിക്കും കേട്ടോ, മുട്ട മിച്ചറ്. അപ്പോൾ വീട്ടിൽ ചെറുപയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ചായക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വെറുതെ ഇരിക്കുമ്പം കഴിക്കാം. സ്കൂളൊക്കെ ഇപ്പോൾ വെക്കേഷനല്ലേ, അപ്പോൾ വെറുതെ ഇരിക്കുമ്പം കഴിക്കാനൊക്കെ കൊടുക്കാൻ പറ്റില്ല ഒരു കിഡിലനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മുട്ട മിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ ചെറുപയറാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് 2 മണിക്കൂർ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് ഈ ഒരു മുട്ട മിച്ചർ ചെറുപയർ കൊണ്ടല്ല കേട്ടോ ഉണ്ടാക്കുന്ന, മസൂർ ദാൽ എന്ന് പറയുന്ന പരിപ്പുണ്ടല്ലോ, അതാണ് വേണ്ടത്. മസൂർ ദാൽ എന്തായാലും ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, കാരണം അതൊക്കെ നമ്മൾ അത്യാവശ്യം വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആണല്ലോ. അപ്പോൾ അതിന് പറ്റിയിട്ട് അതിന് പകരം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്, ചെറുപയർ കൊണ്ട്. അപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാൻ വേണ്ടി വെക്കുന്നത്. നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു അരിപ്പയിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഊറ്റി മൊത്തത്തിൽ കളയണം. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഇട്ടിട്ടെങ്കിലും വെള്ളം ഒട്ടും പാടില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇതിന് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ കടലമാവില്ലേ, കടലപ്പൊടി, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 കപ്പ് അളവിൽ അരിപ്പൊടി, നമ്മുടെ നൈസായിട്ടുള്ള അരിപ്പൊടിയില്ല, നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അത്രയും നൈസായിട്ടുള്ള തന്നെ എടുക്കണം കേട്ടോ. പുട്ടുപൊടി ഒട്ടും തന്നെ എടുക്കാൻ പാടില്ല. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം. അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലപ്പൊടി എപ്പോൾ അറിയാമല്ലോ, ചെറിയൊരു കട്ട പോലത്തെ ഒരു ടെക്സ്ചർ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഇവിടെ ഒന്നും കട്ടയായിട്ട് നിൽക്കില്ല. ഒരു തവണ ഒന്ന് അരിച്ചെടുത്താൽ മതി കേട്ടോ, അല്ലാതെ കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ അരിച്ചെടുക്കട്ടെ. അങ്ങനെ ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ, മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു മെയിനായിട്ടുള്ള ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റമാണ് കേട്ടോ, ബ്ലാക്ക് സോൾട്ട് എന്ന് പറയും. ഈ ഒരു പിങ്ക് കളറിൽ ഇത് നമുക്ക് എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമുക്കൊരു നല്ലൊരു മഞ്ഞ കളറല്ലേ ഇതുണ്ടാവുക. കടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഫുഡ് കളറൊക്കെ ചേർത്തതായിരിക്കും കേട്ടോ, വീട്ടിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അതുപോലെ തന്നെ ബ്ലാക്ക് സോൾട്ട് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 2 പിഞ്ച്, അതായത് 1/4 ടീസ്പൂണിലും നേരെ പകുതിയായിട്ട് അങ്ങനെ ഇപ്പം ചേർത്താൽ മതി കേട്ടോ. കാരണം നമുക്ക് ലാസ്റ്റ് ഇനിയും ഇതിന് ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ മാവ് കുഴച്ചതിന് ഉപ്പ് എന്തായാലും കുറവായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക, പക്ഷെ അത് മൈൻഡ് ചെയ്യേ വേണ്ട കേട്ടോ. അങ്ങനെ വിചാരിച്ച് നമ്മൾ വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടിപ്പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാരം കൂടുതലുള്ള ഉപ്പാണ് കേട്ടോ. കുറച്ചങ്ങ് ഇടുമ്പം തന്നെ ഭയങ്കര ഫ്ലേവറും എന്താ പറയുക, ആ ഒരു കുത്തുന്ന ടേസ്റ്റൊക്കെ വരും. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, അത് മറക്കരുത്. അപ്പോൾ ഇതാ ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതാ കുറച്ചായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ നമുക്ക് ഇടിയപ്പൊക്കെ ഒക്കെ ആ ഒരു രീതിക്ക് അങ്ങനെ കുഴച്ചെടുക്കുക. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ഒട്ടും തന്നെ കൂടരുത് കേട്ടോ, കാരണം കുറച്ചൊന്ന് മാവ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്മളിതിൽ ഓമപ്പൊടി ചെയ്തിട്ടില്ലേ ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് എന്താ പറയുക, പൊടിഞ്ഞു പോകും. അങ്ങനെ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഓവർ ലൂസുമില്ല, ഭയങ്കര ടൈറ്റും ഇല്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മാവ്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓമപ്പൊടി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. സേവനാഴി എന്ന് പറയും. അതിലേക്ക് നന്നായിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം, കാരണം നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാൻ പറ്റും, അവിടെ പറ്റി പിടിക്കാതെ. അപ്പോൾ ഇതിനെടുത്തിട്ടുള്ള ചില്ല് എന്ന് പറയുന്നത് ഏറ്റവും നേരിയ ഹോളുള്ള ചില്ലാണ് കേട്ടോ എടുക്കേണ്ടത്, അതാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടില്ല, അതിൽ നിന്ന് കുറച്ചായിട്ട് നോർമൽ ഇടിയപ്പം ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. അപ്പോൾ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് അങ്ങ് നിറക്കുക, അപ്പോൾ ഈസി ആയിട്ട് പറ്റിക്കോളും. അങ്ങനെ അതിൻ്റെ മുകളിലോളം നിറച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റേത് ഈ ഒരു ടൈപ്പ് ഇടിയപ്പം മേക്കറാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഒട്ടും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒട്ടും തന്നെ എടുക്കാൻ പാടില്ല, നമ്മൾ സൺഫ്ലവർ ഓയിലിൽ തന്നെ ഇത് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റ് മാറ്റവും കുത്തലൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ വേണ്ടത് എണ്ണ നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് മാത്രം ഇത് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന്, ഇത് ചുറ്റിക്കുന്ന സമയത്ത് ഭയങ്കര തിക്കായിട്ട് ചുറ്റിക്കരുത്, അപ്പോൾ ഒരിക്കലും നമ്മുടെ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുമില്ല, ഭയങ്കര കുറേ ടൈമായി പോവും. അതിന് പകരം നേരിയതായിട്ട് ഒരു ലെയറായിട്ട് പെട്ടെന്ന് ചുറ്റിച്ചെടുക്കട്ടെ. എൻ്റെ ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഒന്നുമല്ല പാൻ്റെ എല്ലാ സൈഡിലും ഒന്നങ്ങ് റൗണ്ടായി കിട്ടുന്നവരെ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഒരു സൈഡ് റെഡിയായെന്ന് മനസ്സിലാവും തന്നെ സൈഡൊക്കെ ഇതുപോലെ വിട്ട് വരും കേട്ടോ. എണ്ണയിൽ നിന്ന് ഒരു തെളിഞ്ഞ് വരുന്ന ഫീലില്ലേ, എന്താ പറയുക, ചുരുങ്ങി വരിക,
അങ്ങനെ ആയിട്ട് വരും. പിന്നെ ജസ്റ്റ് ഒന്ന് സ്പാച്ചിൽ വെച്ച് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ക്രിസ്പ് ആവാൻ തുടങ്ങുന്നുണ്ട്. ഓവർ ആവില്ല ഈ ഒരു ടൈമിൽ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കണ്ടില്ല സൈഡൊക്കെ ഒന്ന് ഇളകി വിട്ട് വന്ന് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു ഒടിയുന്ന ഫീലിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഒരിക്കലും എന്താ ടെൻഷൻ ആവുമൊന്നും വേണ്ട കേട്ടോ. എന്താ ക്രിസ്പി ആയിട്ടില്ല എന്നുള്ളത് 2 സൈഡും കുക്കാവുന്ന സമയമാകുമ്പോഴേക്ക് നന്നായിട്ട് ആയിക്കോളും. എന്നിട്ട് ഇതാ തിരിച്ചിട്ട് ഈ ഒരു സൈഡും കൂടി ഒന്നങ്ങ് ക്രിസ്പിയായി വരട്ടെ. അപ്പോൾ ഓവർ ഈ ഒരു ടൈമിൽ ക്രിസ്പി ആവില്ല. നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി വെച്ചാലാണ് കുറച്ചുകൂടി നന്നായിട്ട് ക്രിസ്പി ആകുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ സ്പാച്ചില കൊണ്ടൊന്ന് തൊട്ട് നോക്കുക. എല്ലാ ഭാഗവും സെറ്റായി നല്ല ക്രിസ്പി ആയിട്ട് തുടങ്ങിയെന്നുണ്ടെങ്കിൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ കോരിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലായില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ 1-2 പോയിൻറ്റ്സിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. പിന്നെ ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കളർ ഭയങ്കര ഡാർക്കായി ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. കാണാൻ കരിവ് ഫ്ലേവർ വരും. അപ്പോൾ ഫ്ലെയിം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കുറച്ചിട്ട് ഫ്ലെയിമിനൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കണം കേട്ടോ, ഇത് ചുട്ട് കഴിയുന്നവരെ. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഓമപ്പൊടി മൊത്തത്തിലായിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെറുപയർ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം ഏകദേശം ഒരു 1/4 മണിക്കൂറൊക്കെ ഞാൻ അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു മാവ് കുഴക്കുന്ന സമയം. അപ്പോൾ അപ്പോഴത്തേക്ക് വേണ്ടില്ല കയ്യിലെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ല, ഇങ്ങനെ തന്നെ ഡ്രൈ ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് വെള്ളം മൊത്തത്തിൽ അങ്ങ് പൊക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങും. ഒന്നിക്കലും നിങ്ങൾക്ക് ഈ ഒരു എണ്ണ ചെയ്യാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ മാറ്റിയിട്ടും ചെയ്യട്ടെ, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് കുറച്ച് പത കൂടുതൽ ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഇനി ഇതെങ്ങനെയാണ് റെഡിയായി എന്ന് മനസ്സിലാവാമെന്ന് വിചാരിച്ച് ഈ പതയൊക്കെ പോയിട്ട് മൊത്തത്തിൽ എണ്ണ ക്ലിയറായി വരും. ആ ഒരു ഇടയ്ക്കൊരു പൊട്ടുന്ന ശബ്ദം ഉണ്ടാവില്ല ചെറുപയർ, അതൊക്കെ ഒന്ന് പോയി കിട്ടണം കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ റെഡിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ ഇത് ഓമപ്പൊടി പൊടിച്ച എണ്ണയിൽ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം ഭയങ്കരമായിട്ട് പത തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇങ്ങനെ കഴിയുന്നില്ല ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് കുറച്ച് എണ്ണ എടുത്തിട്ടും ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ചെറുപയർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്ന് ആ ഒരു പതയൊക്കെ പോയി ആ പൊട്ടുന്ന ശബ്ദമൊക്കെ നിന്നതിന് ശേഷം ഇതുപോലെ പാനിന്ന് കോരിയെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് കളറും മാറും കേട്ടോ ചെറുപയറിൻ്റെ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ മാറ്റി വെക്കട്ടെ. അപ്പോൾ ചെറുപയർ മൊത്തത്തിൽ കോരിയെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് എണ്ണ ഉണ്ടാവും. അരിപ്പയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ എണ്ണ അങ്ങ് പോയിക്കോളും കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില സ്കിപ്പ് ചെയ്ത് കേട്ടോ, ആ ഒരു ഫ്ലേവറൊക്കെ ഇതിന് വേണമെങ്കിലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എണ്ണയിൽ തന്നെയല്ലേ പൊരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം പത വരും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എണ്ണ, പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, വെറുതെ എന്തിനാ നമ്മൾ കളയുന്ന എണ്ണ. എന്തായാലും ടേസ്റ്റൊക്കെ സെയിം തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ നമ്മുടെ ചെറുപയർ റെഡിയാകാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം ഞാനിതിപ്പം വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡൊക്കെ ആക്കിയിട്ട് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് വേഗം നിങ്ങൾക്ക് റെഡിയായ പോലെ തോന്നും. ചെറുപയർ ചെയ്യുമ്പോൾ അത്യാവശ്യം സമയം എടുക്കും. കറിവേപ്പില ഇതുപോലെ തന്നെ അറിയാലോ എല്ലാവർക്കും മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പതയൊക്കെ ഒന്ന് പോയി കിട്ടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഫ്ലെയിം അവിടെ കുറച്ച് വെച്ചോട്ടെ. അപ്പോൾ തന്നെ പതയൊക്കെ ഒന്ന് പോയിക്കോട്ടെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ കോരിയെടുക്കുക. ഇനി നമുക്ക് മുട്ട മിച്ചർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓമപ്പൊടി വേണ്ടിയില്ല മൊത്തം ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ കിട്ടും ഈ ഒരു ചെറിയ ക്വാണ്ടിറ്റി തന്നെ. അതിനിപ്പോൾ ഇതുപോലൊരു ബൗൾ എടുത്തിട്ട് നന്നായിട്ട് എടുത്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നങ്ങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പൊടിഞ്ഞ് വന്നോളും. അപ്പോൾ എല്ലാ കറക്റ്റ് അളവാണ് കേട്ടോ, അതുകൊണ്ട് ഇത്രയും കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ വലിയ ഉപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ, ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റാണ് ഇതിൻ്റെ പരിപാടി ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് മൊത്തത്തിൽ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചെറുപയറും അതുപോലെ തന്നെ കറിവേപ്പിലയിൽ ആ ഒരു മിക്സ് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചെറുപയറിനൊന്നും കറക്റ്റ് ഒരു അളവില്ല കേട്ടോ. ചിലവർക്ക് ആ ഒരു കുരുകുരു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും, അങ്ങനെയാണെങ്കിൽ കൂട്ടിയിട്ടിട്ട് കേട്ടോ. ഇതിന് കറക്റ്റ് ഒരു അളവില്ലേ ചെറുപയറിന്. അപ്പോൾ മസൂർ ദാൽ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തു, അതാണ് ശരിക്കും ഒറിജിനൽ റെസിപ്പി എന്ന് പറയാം. പക്ഷേ ഇത് ഞാൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, സെയിം ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് 2 കൈയും തന്നെ യൂസ് ചെയ്യട്ടെ. സ്പൂൺ കൊണ്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. ഒന്നങ്ങനെ കുടഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് പൊടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഭയങ്കര നൈസായിട്ട് ആദ്യം തന്നെ പൊടിക്കരുത്, കാരണം നമുക്കിതിൽ ലാസ്റ്റ് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യണം, അപ്പോഴത്തേക്കന്നെ പൊടിഞ്ഞ് വന്നോളും. അപ്പോൾ ഇതുപോലെ കണ്ടില്ല എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. അത്യാവശ്യം ചെറുപയറൊക്കെ കാണാനും ഉണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ബ്ലാക്ക് സോൾട്ട് ഇല്ലേ, പിങ്ക് കളറാണ് കേട്ടോ. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് നമ്മുടെ ആ ഒരു മുട്ട മിച്ചറിൻ്റെ ഒറിജിനൽ ടേസ്റ്റും ഫ്ലേവറും മണവും
ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഇടുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് 1/4 ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ സൈഡും കുടഞ്ഞിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും എത്തണം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഉടനെ നിങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നില്ല. ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ടേസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ തന്നെ ഉപ്പൊക്കെ കറക്റ്റായി എല്ലാം ബാലൻസ് ചെയ്ത് കിട്ടും. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. അല്ലാതെ ആദ്യം തന്നെ കുറച്ച് അധികം ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഈ ഒരു സ്നാക്ക് കൊളായി തന്നെ വിചാരിച്ചാട്ടെ. ഈ ബ്ലാക്ക് സോൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര കാരം കൂടുതലാണ്, ഭയങ്കര കുത്തൽ ടേസ്റ്റ് വരും. അതുകൊണ്ട് തന്നെ കുറച്ച് സാധാരണ നമ്മൾ ഉപ്പിടുന്നതിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ ഇതിന് ഇടുള്ളൂ. അത്രയും വേണ്ടി വരില്ല. ചിലപ്പോൾ 1-2 പിഞ്ചൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് വരും. അങ്ങനെ ഇതാ നമ്മുടെ മുട്ട മിച്ചർ റെഡിയായി. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ, ഒന്നുമില്ല. ആകെ ഒരു 4 ഐറ്റംസ് നമ്മുടെ കിച്ചണിൽ സാധാരണയുള്ള. ബ്ലാക്ക് സോൾട്ടല്ലേ നമുക്ക് വാങ്ങിക്കാൻ, അതും കൂടുതൽ പേര് അധികം യൂസ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ന് തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കിട്ട്. ഞാൻ ഇതാ സെർവ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ കാണാം. അത്യാവശ്യം ചെറുപയറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇന്ന് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. കുട്ടികൾക്ക് നമുക്ക് ഒരു ബോട്ടിൽ നിറയെ ഉണ്ടാക്കി വെച്ചാൽ മതി. കാരണം ഇപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കറുമുറ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിത് വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ചെയ്തും കൊടുക്കുക അല്ലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.